ട്രിപ്പിന് പോകാണെന്ന് തോന്നുന്നു. ഇതൊരു എന്തുണ്ട് ഇപ്പം തമ്പൻ ബ്രോനെ വിചാരിച്ചതേ ഉള്ളൂ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഒരു ട്രിപ്പുണ്ട്, ഒരു സോളോ ട്രിപ്പാണ്, അതിനുള്ള പ്ലാനിങ്ങിലാണ്. വേണോ? സൂപ്പർ ട്രിപ്പ്, എൻജോയബിൾ ആകട്ടെ. ഓക്കെ, താങ്ക് യു. അതല്ല തമ്പൻ ബ്രോ പ്രശ്നം. ഈ ഡ്രസ്സ് എങ്ങനെ ഇതിൽ കൊള്ളുന്നില്ല? കുറച്ചേ ഡ്രസ്സുള്ളൂ, പക്ഷേ ഇതിലൊന്നും ശരിയാകുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? അപ്പോൾ നന്നായി ഫോൾഡ് ചെയ്തല്ലേ ഇതൊന്നും വെക്കുന്നത്? ഏറെക്കുറെ മടക്കിയായിരുന്നു, പക്ഷെ എന്നാലും ഇത് ഓക്കെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു ട്രിപ്പിന് പോകുമ്പം ഫോൾഡ് ചെയ്യണം, അതായത് ലഗേജിനകത്ത് വെക്കുമ്പോൾ എങ്ങനെ ഫോൾഡ് ചെയ്യണം, അതുപോലെ അലമറയിലാണ് നിങ്ങൾ മടക്കി വെക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ ടീഷർട്ട് എങ്ങനെയാണ്, ഷർട്ട് എങ്ങനെയാണ്, മൊത്തം കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഓക്കെ, താങ്ക് യു. എങ്കിൽ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ. അതിന് മുമ്പായി എൻ്റെ വ്യൂവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഫാഷൻ സ്റ്റോറി എന്ന എൻ്റെ ഈ ചാനലിൽ നിന്നൊരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അടിപൊളി വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് ഡ്രസ്സ് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യ് ബ്രോ, കുറച്ച് മാറി നിന്ന് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തത്. ഓക്കെ ബ്രോ, തീർച്ചയായും പഠിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് ഹോൾഡിങ് നമുക്ക് നോക്കാം. ആദ്യം 3 പോയിൻ്റ് 1 2 3. അപ്പോൾ 1 2 മൂന്നാമത്തെ 3 ഈ പോയിൻ്റ് അടിച്ചിട്ട് എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നു. ഇത് ഫസ്റ്റ് ഫോൾഡിങ് ആണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു മടക്കലും കൂടി കളിച്ച് നേരെ എടുത്തിട്ട് വെക്കാവുന്നേ ഉള്ളൂ. അതല്ലേ, അടിപൊളി. ഞാൻ കുറച്ചും കൂടി സ്ലോയിലി ഒന്നുകൂടി കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ടീഷർട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം 3 പോയിൻ്റ് 1 2 3 എടുക്കുക. ഫസ്റ്റ് ഇവിടെ പിടിക്കുക, സെക്കൻഡ് ഇവിടെ പിടിക്കുക. ഇതിന് ശേഷം ഇത് അകത്തൂടെ കൊണ്ടുവരരുത്, പുറത്തു കൂടെ മൂന്നാമത്തെ പോയിൻ്റിൽ പോയി പിടിക്കുന്നു. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ എന്തായി? അടിപൊളിയായി ടീഷർട്ട് മടക്കി വെച്ചു. നമുക്ക് എന്താ പറയുക, യാത്രയിലാണെങ്കിൽ ഇതുപോലെ സെൻറ്റർ അടിച്ചിട്ട് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് വെക്കാം. ഇനി അതല്ലാതെ ആണെങ്കിൽ ഫസ്റ്റ് പോലെ വെക്കാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സൂപ്പർ. ഓക്കെ, ട്രിപ്പിന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ട് സിമ്പിൾ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതേ സ്ലീവ് എടുത്ത് ഇവിടെ ഇടുന്നു. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. അതിനുശേഷം ഇതെടുത്ത് വിടുന്നു, അതെടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഇടുന്നു. ഓക്കെ, ഇത്രയായല്ലോ. അതിനുശേഷം ഇവിടെ ഇടുന്നു. അതിനുശേഷം ഇങ്ങനെ ഫിനിഷ്. അതിനുശേഷം ഇത് ഇങ്ങനെ ഒരു മറിക്കലാണ്. ആ മറിക്കലിൽ എന്തായി? സംഭവം ലോക്കായി കഴിഞ്ഞ് കണ്ട, പെർഫെക്റ്റ്. ഇത് നമുക്ക് ട്രിപ്പിന് പോകുമ്പം സുഖമായി വെക്കാം. ഫുൾ സ്ലീവ് ഉള്ളതിനാണ് ഇതിലും അടിപൊളി. നമുക്ക് ഫുൾ സ്ലീവ് എങ്ങനെയാണെന്ന് നോക്കാം. അതും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കുന്നു. അതിനുശേഷം സ്ലീവ് എടുത്തിട്ട് ഇവിടത്തേക്ക് വയ്ക്കുന്നു. അതിനുശേഷം അടുത്ത സ്ലീവ് എടുത്തിട്ട് ഇവിടേക്ക് വയ്ക്കുന്നു. കൊള്ളാം അല്ലേ? അതിനുശേഷം ഇതെടുത്ത് ഇവിടെ വയ്ക്കുന്നു. കാൽ ഭാഗമായിട്ട് മുക്കാൽ ഭാഗം, ബാക്കിയുള്ളത് ഇവിടെ എടുത്തു. അതിനുശേഷം ഇതെടുത്ത് ഇവിടെ വയ്ക്കുന്നു. ശേഷം ഇത് സെൻട്രലായിട്ട് വരും. സെൻറ്ററിന് ശേഷം ഇത് ഇവിടെ വെക്കുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞ സെയിം പരിപാടി എടുത്തിട്ട് അപ്പോൾ ലോക്കായി. അപ്പോൾ നിങ്ങൾക്ക് പാർസൽ ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഏട്ടാ, ഇത് സൂപ്പർ, ഇത് കൊള്ളാം. ഇനി നമുക്ക് ഒരു ജീൻസ് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഭാഗം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ മടക്കുക. അതിനുശേഷം ഇതേപോലെ ലെഗ് സ്ലീവ് മടക്കി ശേഷം ഇതുപോലെ ഒന്നുകൂടി ഇത് മടക്കുക. അതിനുശേഷം ഇത് പകുതി വരെ മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിന് ശേഷം ഇത് തിരിച്ചിങ്ങനെ മടക്കുന്നു. ഇതിൻ്റെ അകത്ത് കൂടെ ഇടുന്നു. അപ്പോൾ ഇത് പെർഫെക്റ്റായി.
ഇതിപ്പോൾ നമുക്ക് ഏത് ട്രിപ്പിനും എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിൻ്റെ ലഗേജ് ഇതാ റെഡി. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. പിന്നെ ഇനി മാസ്ക് ഹെൽമെറ്റ് രണ്ടും മറക്കരുത്. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ബ്രോ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് ഹെൽമെറ്റും ഒക്കെ ധരിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കാണാം ഒട്ടേറെ ആൾക്കാർ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നവരോട് എനിക്ക് തീർച്ചയായും പറയാനുണ്ട്. പ്രേക്ഷകർ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതാണ്, നമുക്കറിയാം കുട്ടികളൊക്കെ നടക്കുമ്പോൾ അവരുടെ തല ഒരു വാതിലിലോ അല്ലെങ്കിൽ ചുമരിലോ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വലിപ്പത്തിൽ മുഴ വരുമല്ലേ. അപ്പോൾ കുട്ടികൾ സഞ്ചരിക്കുന്ന വേഗത യഥാർത്ഥത്തിൽ എന്താണ്? 5 km/h അല്ലാതെ അധിക വേഗതയിലൊന്നും അല്ല സഞ്ചരിക്കുന്നത്. എന്നിട്ടടിച്ചിട്ടാണ് ഇത്ര വലിയ മുഴ വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മിനിമം നമ്മുടെ വണ്ടികളൊക്കെ 40 മുതൽ 50 km/h വേഗതയിലല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തല അടിച്ച് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, ഒരാൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ചിരിക്കുക. ചിരിച്ചിട്ട് ദേ ഒരു മരമണ്ടൻ പോകുന്നു, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഈ ചിന്തയുണ്ടെങ്കിൽ ഒരാൾ പോലും ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യില്ല. എങ്കിൽ 2 വാക്ക് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. തീർച്ചയായും. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമ്മുടെ ബ്രോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, തീർച്ചയായും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.